ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് നിന്ന് മാക്സി ബിറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ അധികവും ചോദിക്കുന്നതാണ് നമുക്ക് മാക്സി ബിറ്റ് വീട്ടിൽ എത്രയായിട്ട് സെയിലാക്കാം, പിന്നെ വെച്ചാൽ നമ്മൾ നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്ര റേറ്റാണ് ഇടേണ്ടത്, പിന്നെ നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലാഭമുണ്ടോ, അത് ചെയ്യണ്ടയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ട് കുറേ ആൾക്കാരെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തിൻ്റെ മേലായിട്ടോ. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ ഒരു മാക്സി ബിറ്റ് ഇത്ര ഒരു അവൈലബിൾ അല്ല. നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ കാണാറുണ്ട്, പക്ഷെ അങ്ങനെ യൂട്യൂബ് ഒന്നും ഉണ്ട് എന്നാലും, പക്ഷെ നമ്മൾ യൂട്യൂബ് ഒന്നും അങ്ങനെ നോക്കാത്തൊരു സമയമാണല്ലോ. അപ്പോൾ അന്നേരവും ഞാൻ ഈ ഒരു മാക്സി ബിറ്റ് എടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അതിനെത്ര റേറ്റ് ഇടണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയത് നമ്മളെന്താ ഫസ്റ്റ് തൊട്ടടുത്ത ഷോപ്പിലൊന്ന് ജസ്റ്റ് നൈറ്റിക്ക് എത്ര എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസ് കിട്ടും, എത്ര റേറ്റ് ഇടണം എന്നുള്ളത്. അപ്പം നമ്മൾ എന്തൊരു സംഗതി നമ്മൾ ഫസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഓവർ വില ഇടാതിരിക്കുക, അതായത് കൊള്ളലാഭം ഇല്ലാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മളങ്ങനെ ഓവർ റേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് നടക്കുന്ന സെയിലേ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും പറയും നമ്മളെ കയ്യിൽ റേറ്റ് കൂടുതലാണ്, തൊട്ടപ്പുറത്തെ റേറ്റ് അത്ര ഇല്ല, അവിടുത്തെ ഷോപ്പിൽ ഇത്ര ഇല്ല, അങ്ങനെ നമ്മളതായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ ബിസിനസ് വളരുന്നതിന് വില്ലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓവറായിട്ട് ലാഭം ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കുക. പിന്നെ നമുക്ക് മെല്ലെ ഒന്ന് എന്താ പറയുക ക്ലച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു പടിപടിയായിട്ട് 5, 10 അങ്ങനെയൊക്കെ കൂട്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അധികം ആൾക്കാരും ചോദിക്കുന്ന കാര്യം ഞാൻ എത്രക്കാണ് നമ്മളെ നൈബേഴ്സിനും തൊട്ടടുത്തൊക്കെ എത്ര ആ ഒരു റേറ്റിനാണ് മാക്സി ബിറ്റ് കൊടുക്കാറുള്ളത്, അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വരുമ്പം എത്ര റേറ്റിലാണ് കൊടുക്കാറുള്ളത് എന്നാണ്. അപ്പം ഞാൻ ചെയ്യാറുള്ളത് 169ൻ്റെ മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നൈബേഴ്സിനൊക്കെ കൊടുക്കാറുള്ളത് 180-നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചാനൽ 169 എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ തൊട്ടടുത്തുള്ള ആൾക്കാരൊന്നും 10 പീസ് എടുക്കുന്നവർക്കാണ് 169 എന്നുള്ള ആ ഒരു റേറ്റ്. അപ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള ആൾക്കാരൊന്നും 10 പീസൊന്നും എടുക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 180. അതിപ്പോൾ നിങ്ങളെ ലൊക്കേഷനിൽ എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പല ലൊക്കേഷനിലുള്ള ആൾക്കാരല്ലേ, അപ്പം പല റേറ്റുമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 200 രൂപ മുതൽ 210, 220 അവർ ബിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൊക്കേഷന് ഉള്ള റേറ്റിനേക്കാളും ഒരു 10 രൂപ നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കസ്റ്റമറെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സി ബിറ്റിൻ്റെ കാര്യം അങ്ങനെ. പിന്നെ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ എത്രയാണ് റേറ്റ് വാങ്ങിക്കാറുള്ളത് എന്ന്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ക്ലോത്ത് എടുത്ത് നൈറ്റി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 250 ആ ഒരു റേറ്റിലാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പം 70 രൂപയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത്. പക്ഷേ 100 രൂപക്കാണ് ഇപ്പം മാക്സിൻ്റെ ആ ഒരു മിനിമം സ്റ്റിച്ചിങ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 100 രൂപയിൽ നിന്ന് ഒരു 10 രൂപ കുറച്ച് 90 രൂപക്ക് കൊടുക്കുക. അപ്പോൾ കസ്റ്റമർക്ക് ഒരു സന്തോഷമാവുകയും ചെയ്യും. നമ്മളിപ്പോൾ ആ ഒരു കുറഞ്ഞ 10-ന് വേണ്ടി നമ്മൾ ആലോചിച്ചിരുന്നില്ലേ. ചില ആൾക്കാരുണ്ടാവും നമുക്ക് പിന്നെ ഒരു എന്താ പറയുക 300 രൂപ എന്നുണ്ടെങ്കിൽ ഒരു 295 നമ്മളെ കയ്യിൽ കിട്ടി, ബാക്കി 5 രൂപക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല, ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താക്കുക, അപ്പോൾ നമ്മളൊരു 5 10 കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വേണ്ട ആൾക്കാരാണ്. ഒരു പ്രാവശ്യം മാത്രം നമുക്ക് സെയിൽ നടന്നാൽ പോരല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചൊരു സോഫ്റ്റ് ആകുമ്പോഴേ നമ്മളെ അടുത്തേക്ക് കസ്റ്റമർ ഉണ്ടാവുള്ളൂ. അവർ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്ന സ്ഥലത്ത് ഇത്ര കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ കൂടുതലായിട്ട് സെയിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് നോർമൽ നൈറ്റീൻ്റെ കാര്യമാണ് കേട്ടോ. പിന്നെ പ്ലേറ്റഡ്, പിന്നെ എന്തെങ്കിലും ഡിസൈൻ കട്ടിംഗ് ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് റേറ്റ് കൂട്ടി വാങ്ങാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കസ്റ്റമറോട് പറയുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഐഡിയക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 70 രൂപയിലൊന്നും അല്ല, 70 അല്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ചാർജിൽ നമുക്കിത് ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുന്നുള്ളത് നമ്മൾ കസ്റ്റമറെ ആദ്യമേ പറയാം കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ കൊടുക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ അതൊരു എന്താ പറയുക ഒരു കശപിശാവും വർത്താനവും അങ്ങനെ. അപ്പോൾ നമുക്ക് ആ ഒരു സെയിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറയാം. ഇനിയിപ്പോൾ ക്ലോത്തും എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ ആദ്യം ബിറ്റ് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് എടുത്താൽ മതിയല്ലോ.
പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ്, ഷോപ്പിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നമുക്ക് വാങ്ങിക്കാൻ പറ്റും, നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ഉള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഷോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമായിരിക്കും. കാരണം ഒരു 15-20 രൂപ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് നമ്മൾ ചെയ്യണം. പിന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി, ഡബിൾ സ്റ്റിച്ച് ഒന്നും വേണ്ട. പക്ഷേ കട്ടിങ്ങും നെക്കും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുക 20 രൂപയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പിച്ച നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ അത്രയും നേരം അതിൻ്റെ മേലെ ഇരുന്നിട്ട് നമുക്ക് ആകെ കിട്ടുന്നത് 20 രൂപ. അപ്പോൾ ഇതിലുള്ളൊരു മെയിൻ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ബൾക്കായിട്ട് ഓർഡർ കിട്ടും. ഒരു എന്താ പറയുക 50-60 അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ എന്താ പറയുക വളരെ കുറവായിരിക്കും നമുക്കത് കിട്ടൽ. പിന്നെ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാക്സി അടിച്ചെടുത്താലും 100 രൂപ. പക്ഷേ അതിന് 20 രൂപേൻ്റെ മെനക്കെടൊന്നുമല്ലല്ലോ നമ്മൾ മെനക്കെടുന്നത്. അപ്പം കഴിയുന്നതും ഷോപ്പുമായിട്ടുള്ള കോൺടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയില്ല അവരെ ഷോപ്പിൻ്റെ റെൻറ്റ്, പിന്നെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെത്, പിന്നെ കറണ്ട്, വെള്ളം, അതെല്ലാം അവർക്ക് ചാർജാണ്. അപ്പോൾ അവർക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ എന്നാണ് പറയൽ. അപ്പം മാക്സിമം എന്താ പറയുക ഷോപ്പുമായിട്ടുള്ള കോൺടാക്റ്റ് ഒഴിവാക്കുക. പിന്നെ അത്രയും നമുക്ക് ഓരോരുത്തരെ സാമ്പത്തികമായിട്ടുള്ളത് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ചില അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ അതുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ 3.20ൻ്റെ ബിറ്റൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ലേശം പൈസ കൂട്ടാട്ടോ. കാരണം അതിന് 225, 230 ആ ഒരു റേറ്റിൽ വരെയും നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ബിറ്റ് മാത്രമായിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ. കാരണം 169 ഇതിൽ വാങ്ങണ്ട. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ജംബോ സൈസ് നൈറ്റി ഒരു പിന്നെ 59-60 ഇഞ്ചിലുള്ള നൈറ്റി വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് വാങ്ങിക്കുക. പിന്നെ നമ്മളെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിന് ക്ലോത്ത് എടുത്തിട്ട് മാക്സി ബിറ്റ് എടുത്തിട്ട് നമ്മൾ കൂടിയ വിലക്ക് വിൽക്കാതിരിക്കുക. കാരണം കുറഞ്ഞ റേറ്റിന് എടുത്ത് കാണിക്കുമ്പോൾ നമ്മളത് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ വാഷിനൊക്കെ കളറ് ഫെയ്ഡായിട്ട് ഒന്നായിട്ട് തുണി ചുരുങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുക, അങ്ങനെയുള്ള മാക്സിമം അങ്ങനെയുള്ള തുണികളൊന്നും വാങ്ങാതിരിക്കുക. GSM കൂടിയ മെറ്റീരിയൽസ് തന്നെ വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു റേറ്റിനനുസരിച്ച് കൊടുക്കുക, അല്ലാതെ കൂടിയ വിലേൻ്റെ റേറ്റിന് ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.